ഞാനിപ്പോൾ മന്ത്രിയായി വന്ന അവസരത്തിൽ ഒരുപാട് കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞു. ആ യോഗ്യനല്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് യോഗ്യനാണെന്ന് പറയിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ള ഒരു നല്ല പേര് പറഞ്ഞിട്ട് അതിൻ്റെ മറവിൽ RSS രാഷ്ട്രീയം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും ചരിത്ര രംഗത്തും തിരികെക്കയറ്റുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണോ കേരളമെന്ന് സംശയം തോന്നുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ രംഗത്തും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിമർശിക്കുന്നവരാരെങ്കിലും ഏതെങ്കിലും ഒരു സ്കൂളിൽ ചെന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എന്താണ് ആ സ്കൂളിൻ്റെ പ്രശ്നമെന്ന് സംബന്ധിച്ചിടത്തോളം? നല്ലതിപ്പം ഏറ്റവും ഒടുവിൽ നന്നായി പറഞ്ഞത് ഇവിടെ സ്കൂൾ കലോത്സവത്തിലാണ് പറഞ്ഞത്. ഇത്തിരി നല്ല ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞത്. അത്രയും വേണമെന്ന് എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടെടുക്കാൻ CPM-നും LDF-നും ഒരു ചെറിയ മടിയുണ്ടോ? നമ്മളങ്ങനെ ഒരു വ്യക്തിയെ മാത്രം ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം തോന്നുന്നു. കയ്യിൽ കെട്ടുന്നതിന് വേണ്ടി കൊടുത്തതിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ആരെയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടില്ലല്ലോ. ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ യഥാർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും LDF അധികാരത്തിൽ വരുമായിരുന്നു. സ്കൂൾ കുട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയാം, അധ്യാപകരുടെ പ്രശ്നം എന്താണെന്നറിയാം, കോളേജ് കുട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയാം. അവർക്ക് വേണ്ടി മുദ്രാവാക്യം വെച്ചുകൊണ്ട് 10-25 വർഷക്കാലം SFIയുടെ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചവരെ എനിക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്കൂളിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, ഇത്തരം കാര്യങ്ങൾ എനിക്ക് നന്നായി അറിയാം. നമസ്കാരം. കേരളം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പോവുകയാണ്. അതിനു മുന്നോടിയായി നമ്മൾ നടത്തുന്ന സംവാദ പരമ്പരയിൽ ഇന്ന് ചേരുന്നത് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി. നമസ്കാരം സർ. നമസ്കാരം. മന്ത്രി അപ്പൂപ്പൻ എന്നുള്ള വിളിപ്പേര് എത്രത്തോളം ഇഷ്ടമാണ്? ഇഷ്ടക്കേടൊന്നുമില്ല, കുട്ടികൾ തന്നെ ഇട്ട പേരാണ്. അതുകൊണ്ട് തന്നെ അതങ്ങ് അംഗീകരിക്കപ്പെട്ടു. ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ മന്ത്രി എന്തു പറയും? കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഒന്നിപ്പോൾ മലയാള അക്ഷരമാല പാഠപുസ്തകങ്ങളിലായിരുന്നു, അത് ഉൾപ്പെടുത്തി. അതിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം കുട്ടികളെ പഠിച്ചിരിക്കേണ്ടതാണല്ലോ, അത് ഉൾപ്പെടുത്തി. പിന്നെ ബാക്ക് ബെഞ്ചേഴ്സിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. കുട്ടികളുടെ കളർ ഡ്രസ്സ് വിശേഷ ദിവസങ്ങൾ ഇടുന്നതിന് വേണ്ടിയുള്ള അനുവാദം കൊടുത്തു. ക്രിസ്മസ് ആഘോഷം, ഓണാഘോഷം, റംസാൻ ആഘോഷങ്ങളുടെ കളർ ഡ്രസ്സ് ഇടുന്നതിനുള്ള കൊടുത്തു. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ നിന്ന് പൊതുവിലൊരു അഭിപ്രായം വന്നിട്ടുണ്ട്, ഈ പാഠപുസ്തകങ്ങളുടെ ഭാരം കൂടുതലാണ്, അല്ലെങ്കിൽ പോർഷൻ കൂടുതലാണെന്നുള്ളതിന്. അപ്പോൾ അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അതിൻ്റെ ഒരു പ്രാരംഭ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകം തയ്യാറാക്കിയത് 10-15 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പുതുക്കുന്നത്. കുട്ടികളുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ട് അത് പാഠപുസ്തകം തയ്യാറാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. പാഠപുസ്തകം കൃത്യമായി പ്രിൻ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. 1 മുതൽ 10 വരെ അതുവരെ കൃത്യമായി പരീക്ഷ നടത്തിയെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. കൃത്യമായി പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയും അവർക്ക് അഡ്മിഷൻ തന്നെ ഉപരിപഠനത്തിന് തയ്യാറാക്കി കൊടുത്തു എന്ന് പറഞ്ഞതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ യുവജനോത്സവം പരാതിരഹിതമായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണ്. സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തി, പ്രത്യേകിച്ച് ഇൻക്ലൂസീവ് സ്പോർട്സ് ആക്കി അത് മാറ്റി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഭിന്നശേഷി കുട്ടികളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലമായി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വിദ്യാർത്ഥി പക്ഷത്തു നിന്നും അധ്യാപക പക്ഷത്തു നിന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ വിദ്യാർത്ഥികളുടെ ഭാഗം കേൾക്കുകയും അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തുകാരുടെ പ്രിയപ്പെട്ട ശിവൻകുട്ടി അണ്ണനിൽ നിന്ന് സംസ്ഥാനത്തെ കുട്ടികളുടെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പനായപ്പോൾ എന്താ തോന്നിയത്? ഇപ്പോഴും തിരുവനന്തപുരത്തുകാർക്ക് ഒരു ഓടി വരാൻ പറ്റുന്ന ഒരാളാണ് താങ്കൾ. അത് ഓരോരുത്തരുടെയും മനസ്സിൽ ഒരാളുടെ പേര് പതിയുമ്പോൾ ഉണ്ടാകുന്ന വിളികളാണ്. എൻ്റെ പേര് മനസ്സിൽ പതിയുന്നവർ എന്നെ അത്രമാത്രം സ്നേഹത്തോടുകൂടി ശിവൻകുട്ടി അണ്ണാന്ന് വിളിക്കുന്നുണ്ട്. പ്രായഭേദം വ്യത്യാസം ഇല്ലാതെ. വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ട് അവരൊരു
വളരെ സ്നേഹത്തോടു കൂടി ആണല്ലോ വീട്ടിൽ പിന്നെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പോലും അപ്പൂപ്പന്മാരെ കാണുന്നത്. അങ്ങനെ അവർ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു വിളിപ്പേര് വന്നു, പിന്നെ കുട്ടികളെല്ലാം അതിനെ വിളിക്കുന്നു. ഞാനും അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയുമ്പം ഈ ഭിന്നശേഷി കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള കായികമേള അത് നടത്താൻ ആലോചിക്കുന്ന എളുപ്പമല്ല, നടത്തുക എന്ന് പറയുന്നത് കുറേ ആലോചനകൾ വേണ്ട ഒരു അത് പരിപാടി. പിന്നെ ഒളിമ്പിക്സിൽ പോലും രണ്ടായിട്ടാണ് നടത്തുന്നത്. ഇത് ആദ്യമായിട്ടാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പിന്നെ ഈ ഭിന്നശേഷിക്കാരും നമ്മുടെ സംയുക്തമായി നടത്തുന്നത്. ഇല്ലെങ്കിൽ സാറിനെ ഭിന്നശേഷിക്കാരെ ആരും അറിയില്ല. ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുവച്ച് നടത്തും, നടത്തിയെന്ന് രേഖ ഉണ്ടാക്കി വയ്ക്കും. ഇത് കുട്ടികൾക്ക് എന്ത് സന്തോഷമായിരുന്നു. കുട്ടികളുടെ മുഴുവൻ മീഡിയ അറ്റൻഷനും രക്ഷകർത്താക്കളുടെ അറ്റൻഷനും കാണികളുടെ അറ്റൻഷനും ഒക്കെ ആയിട്ട് വളരെ ഭയങ്കര പ്രോത്സാഹനമാണല്ലോ കുട്ടികൾക്ക് കൊടുത്തത്. അതും അവരുടെ മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ശാരീരികപരമായിട്ടുള്ള വെല്ലുവിളികളുടെ ഒരു 50% അസുഖം അവർക്ക് ഭേദമായെന്ന് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഒരു അറ്റൻഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്ന് മാത്രമല്ല, വിദേശത്ത് പഠിക്കുന്ന പിന്നെ ഞങ്ങൾക്ക് 10-12 സ്കൂളുണ്ട് ഞങ്ങളുടെ സിലബസ് ഫോളോ ചെയ്യുന്നത്, കേരള സിലബസ് ഫോളോ ചെയ്യുന്ന. അവിടുത്തെ കുട്ടികളെയും കൂടെ ഈ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഈ പഠിക്കുന്ന പുസ്തകങ്ങളിൽ കൂടെ ഒളിച്ചു കടത്തുന്ന വിഷയങ്ങൾ ഒളിച്ചു കടത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം മാറ്റി എഴുതുക എന്ന് പറയുന്നൊരു സമ്പ്രദായം കുറേശ്ശേ നമ്മുടെ നാട്ടിൽ കുറേ നടന്നു വരുന്നുണ്ട്. ചില ചരിത്രത്തിൽ ഒരു കുതിച്ചുചാട്ടം സംഭവം, ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ഇല്ലാത്ത പോലെയാവുക, അത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര ഗവൺമെൻറ് ഈ അടുത്ത കാലത്തായി സിലബസ് വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുഖാന്തരം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ള ഒരു നല്ല പേര് പറഞ്ഞിട്ട് അതിൻ്റെ മറവിൽ RSS പിന്നെ രാഷ്ട്രീയം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും ചരിത്ര രംഗത്തും തിരികെ കയറ്റുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നഗ്നമായ സത്യമാണ്. ആദ്യം അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറേ പാഠഭാഗങ്ങൾ വെട്ടിമാറ്റി. അതെല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ കൊലപാതകം, ഗുജറാത്ത് കലാപം, മുഗൾ രാജവംശക്കാരുടെ ഭരണം, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഗീയമായിട്ട് തന്നെ ഉള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ കേരളം പറഞ്ഞു അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. കേരളം ഉറച്ച നിലപാട് സ്വീകരിച്ച ശേഷം ബദൽ പാഠപുസ്തകം പ്രിൻ്റ് ചെയ്തിറക്കി. ബദൽ പാഠപുസ്തകം വെറുതെ പ്രിൻ്റ് ചെയ്തിറക്കിയല്ല, അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പ്രിൻ്റ് ചെയ്തിറക്കി, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിൻ്റ് ചെയ്തിറക്കി. അങ്ങനെ ഒരു നടപടി ധീരമായി സ്വീകരിച്ച ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം കേരളം അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികപരമായി കേരളത്തെ നന്നായി തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് ഒരു മനസ്സാക്ഷിയില്ലാത്ത നിലയിലാണ്. ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണോ കേരളമെന്ന് സംശയം തോന്നുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ രംഗത്തും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതലത്തെ ബഡ്ജറ്റ് 2 ദിവസം മുമ്പേ വന്ന ബഡ്ജറ്റ് നോക്കാം. ഒരു ആമ വളർത്തൽ കേന്ദ്രമാണ് കേരളത്തിൽ നൽകിയിട്ടുള്ളത്. അതേസമയത്ത് വിദ്യാഭ്യാസത്തിന് 1-ാം സ്ഥാനം, ആരോഗ്യത്തിന് 1-ാം സ്ഥാനം, ക്രമസമാധാനം 1-ാം സ്ഥാനം. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ എല്ലാ സ്ഥാനങ്ങൾക്കും അവർ തന്നെ അവരുടെ നീതി ആയോഗും അതുപോലുള്ള കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിലും പഠനത്തിലും 1-ാം സ്ഥാനം വരികയും ഒരു കാശ് പോലും തരാതിരിക്കുകയും ചെയ്യുക. അത്ഭുതമാണ്. ഒരു ദിവസം പോലും ട്രഷറി കൂട്ടിയിടാതെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത്. 1500 കോടി രൂപയാണ് കേരളത്തിൽ നൽകേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത്. അത് ശമ്പളം, പിന്നെ അതുപോലെ കുട്ടികളുടെ പിന്നെ ഉച്ചഭക്ഷണം, ടെക്സ്റ്റ് ബുക്ക് പ്രിൻറ്റിങ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഇപ്പോൾ അവസാന പരീക്ഷ നടക്കാൻ വേണ്ടി ഇനി 3 മാസമുണ്ട്. 3 മാസം ഉള്ളപ്പോൾ തന്നെ അടുത്ത വർഷത്തെ പാഠപുസ്തകം കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അടുത്ത വർഷത്തെ യൂണിഫോം കുട്ടികൾക്ക് പിന്നെ കൊടുക്കുകയാണ്. അതൊന്നും കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. ഇവിടെ പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പരീക്ഷ നടത്തിയ കാലഘട്ടവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പിന്നെ അത്ര ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പാഠപുസ്തകം എന്തുകൊണ്ടാണ് 10 വർഷക്കാലമായി ആരും പരിഷ്കരിക്കാൻ തയ്യാറാവാത്ത? ഒന്ന്, അതിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി ചർച്ചയായിരിക്കും. ഇടത്തോട്ടും തിരിയാൻ പറ്റില്ല, വലത്തോട്ടും തിരിയാൻ പറ്റില്ല, നേരെയും പോകാൻ പറ്റില്ല, കുറുകയും പോകാൻ പറ്റില്ല. പിന്നെ അത് സ്വാഭാവിക മനുഷ്യസഹജമായി ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളുണ്ടാവാം. അപ്പോൾ അത് പേടിച്ച് ആരും ഇത് ഒന്നും ചെയ്യില്ല. ഇത് ഞങ്ങൾ ധൈര്യത്തോടുകൂടി ചെയ്തു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല 11-ാം ക്ലാസ്സിലെ പാഠപുസ്തകം ഈ അധ്യയന വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള പണിപ്പുരയിലാണ്. അതിപ്പോൾ എല്ലാവരും ഒരു രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ അല്ലെങ്കിൽ സംഘടനകളുടെ ഭേദമില്ലാതെ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത്.
പുസ്തകങ്ങൾ താമസം കൂടാതെ കുട്ടികളുടെ കയ്യിലെത്തി അവർക്ക് പുസ്തകം കിട്ടുമെന്നുള്ള ടെൻഷൻ വേണ്ട എന്നുള്ളത്. അതുപോലൊരു നേട്ടമാണ് ഇപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എപ്പോൾ എന്ത് തൊട്ടാലും ഈ നേരത്തെ പറഞ്ഞ പോലെ കുഴപ്പം അല്ലെങ്കിൽ തർക്കം വരാൻ സാധ്യതയുള്ളൊരു വകുപ്പാണ്. അവിടെയും വലിയ കാര്യമായ തർക്കങ്ങൾ, ഇപ്പം നയപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും പറഞ്ഞുകൊണ്ട് തർക്കങ്ങളില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായി. എന്തായിരുന്നു അതിൻ്റെ ഒരു മാജിക്? നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് മനസ്സിലാക്കുക. എന്താ വിഷമം? ഇത് അഫക്റ്റഡ് പാർട്ടികളുടെ, അത് വെച്ചാൽ വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ, അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. പുതിയ പാഠപുസ്തകം പ്രിൻ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം, പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ വലിയ പിന്നെ പണ്ഡിതന്മാർക്ക് ഒരുപക്ഷെ കഴിയണമെന്നില്ല. പ്രായോഗിക പരിജ്ഞാനമാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ പ്രായോഗികമായി നമുക്ക് അതിൻ്റെ പുറകെ നിന്ന് ആ വിഷയം സാക്ഷാത്കരിക്കുന്നവരെ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ട് ഈ കാര്യം. ആ ഇടപെടൽ ആണ് ഒരു ഭരണ നേതൃത്വം ചെയ്യേണ്ടത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ മന്ത്രിമാർക്കാണല്ലോ ലാസ്റ്റ് വേർഡ് പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണല്ലോ ലാസ്റ്റ് വേർഡ് പറയുന്നത്. ആ വേർഡ് പറയുന്നതിന് വേണ്ടി ഉള്ള ഫയലുകൾ വരുന്നതിന് വേണ്ടി അതാണല്ലോ താമസം വരുന്നത്. അതിലാണല്ലോ നമ്മൾ ഇടപെടേണ്ടത്. എന്തുകൊണ്ട് ഇന്ന കാര്യം നടന്നില്ല, എന്തുകൊണ്ട് നടന്നു, ഇക്കാര്യങ്ങളിലാണ് നമ്മൾ ഇടപെടേണ്ടത്. അങ്ങനെയുള്ള നിരന്തരമായ ഒരു ഇടപെടൽ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ഇടപെടൽ. ഇപ്പോൾ പേപ്പർ കിട്ടിയില്ല, പേപ്പർ പ്രിൻ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടിയില്ല, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും പിന്നെ ഇടപെടുന്നു. അത് ആ സമയം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുകയാണ്. അല്ലാതെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമായി നമ്മളങ്ങ് കറങ്ങി അടിച്ച് നടക്കുകയല്ല. എത്രയോ സമയമാണ് ഈ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ യൂണിഫോം അതെല്ലാം കൃത്യസമയത്ത് കൊടുക്കുന്നതിന് വേണ്ടി എത്ര സമയമാണ് നമ്മൾ ചിലവഴിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി. നമ്മുടെ ഈ സർക്കാരിൻ്റെ പാരമ്പര്യ രീതി അനുസരിച്ചാണെങ്കിൽ ഫയലുകളിൽ ഉറക്കമാണല്ലോ. അതിന് പിന്നെ ഉണർന്നിരിക്കുന്ന സമയം വളരെ കുറവാണ്. ഉറക്കമാണ് മഹാഭൂരിപക്ഷ സമയം ഫയലുകൾ. ആ ഉറങ്ങിക്കിടക്കുന്ന ഫയലുകൾ തട്ടി ഉണർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. മിനിസ്റ്ററിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, കേരളത്തിൽ അടുത്ത കാലത്തൊന്നും എല്ലാ ചർച്ചാ വിഷയങ്ങളും ഏറ്റവും ക്ലാസ്, എന്താ പറയുക, ടിറ്റ് ഫോർ ടാറ്റ് മറുപടികൾ വന്നിട്ടുള്ളത് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ സിനിമാ വിവാദത്തിലാണെങ്കിലും നമ്മൾ പറയില്ലേ, സോഷ്യൽ മീഡിയയ്ക്ക് ആഘോഷിച്ച എല്ലാ പ്രതികരണങ്ങളും മണ്ണിൻ്റെ അടുത്തുനിന്നായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു നാക്ക്? കൃത്യം മറുപടി, തലക്കിട്ട് കൂട്ടാന്നൊക്കെ നമ്മൾ പറയില്ല, അമ്മാരി മറുപടിയാണ് എല്ലാ കോൺട്രവേഴ്സിയിലും വന്നിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പൊന്നും നടത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ മന്ത്രിയായി വന്ന അവസരത്തിൽ ഒരുപാട് പിന്നെ കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞു. ആ യോഗ്യനല്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് യോഗ്യനാണെന്ന് പറയിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് എത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടത്തിൽ ആരെ വേണോ എങ്ങനെ വേണോ പിന്നെ ഒരു പരുവത്തിലെത്തിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. ആർക്ക് വേണോ ആരെ വേണോ. അപ്പോൾ എനിക്കെതിരായിട്ട് എന്തെങ്കിലും അടിസ്ഥാനരഹിതമായിട്ടോ വസ്തുവായിട്ടോ യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യം നെഗറ്റീവായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ കാണുമല്ലോ. പിന്നെ അത് വിഡ്രോ ചെയ്താൽ അത് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ നേമത്ത് BJP പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ട്രോള് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയാവാൻ യോഗ്യതയുണ്ടോ? നമ്മുടെ നാട്ടിൽ യോഗ്യതാ പരീക്ഷ നടത്തിയിട്ടൊന്നുമില്ലല്ലോ മന്ത്രിമാരാകുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കുന്ന ആളാണല്ലോ മന്ത്രി വരുന്നത്. അപ്പം ഞാൻ അന്ന് ഇൻ്റർവ്യൂ നടത്തിയവരോട് പറഞ്ഞു, ഞാൻ പിന്നെ വിജ്ഞാനകോശമൊന്നുമില്ല, അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഞാൻ 20 വർഷക്കാലം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ആളാണ്. കേരളത്തിൽ മറ്റാരെക്കാളും എനിക്ക് മറ്റ് പലരെയും പോലെ തന്നെ എനിക്ക് സ്കൂൾ കുട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയാം, അധ്യാപകരുടെ പ്രശ്നം എന്താണെന്നറിയാം, കോളേജ് കുട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയാം. അവർക്ക് വേണ്ടി മുദ്രാവാക്യം വെച്ചുകൊണ്ട് 10-25 വർഷക്കാലം SFIയുടെ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചവർ എനിക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്കൂളിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, ഇത്തരം കാര്യങ്ങൾ എനിക്ക് നന്നായി അറിയാം. ഞാനത് കടയിൽ തന്നെ പോയിട്ടുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞങ്ങൾ അന്ന് ആയിരുന്നപ്പോൾ ഒരു ജാഥ നടത്തി. ആ ജാഥ വേറൊന്നുമില്ല, ഒരു പൊളിറ്റിക്കൽ മുദ്രാവാക്യമില്ല. സ്കൂളുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ സ്കൂളുകളിൽ നിന്ന് പിന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്ന ജാഥ. അപ്പോൾ അത് മൊത്തം കേരളത്തിൽ 14,000 സ്കൂളുകളുണ്ട്,
കോളേജ് നോക്കുന്നുണ്ട്. അത് ഞങ്ങൾ എല്ലാം കൂടെ സോർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഓരോ സ്കൂളുകളുടെയും പ്രശ്നങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു 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 ഇടപെടൽ ഇവിടെ ആരും നടത്തിയിട്ടുണ്ട്? ആർക്കാ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ഏത് പണ്ഡിതനെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ഈ വിമർശിക്കുന്നവരാരെങ്കിലും ഏതെങ്കിലും ഒരു സ്കൂളിൽ ചെന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എന്താണ് ആ സ്കൂളിൻ്റെ പ്രശ്നമെന്ന് സംബന്ധിച്ചിടത്തോളം? അപ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പോൾ കോഴയ്ക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള സമരം, ഞാനപ്പോൾ എനിക്കിപ്പോൾ ഇതിലിടപെടാൻ വളരെ എളുപ്പമാണ്. അനാവശ്യമായി ഫീസ് വാങ്ങുന്നതിനെതിരെ ഞാൻ നടത്തിയിട്ടുള്ള സമരം, എനിക്ക് ഇടപെടാൻ വളരെ ഇതാണ്. അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതിനെതിരെ നടത്തിയിട്ടുള്ള സമരം എനിക്ക് ഇടപെടാൻ എളുപ്പമാണ്. പിന്നെ സമയത്തിന് പിന്നെ പരീക്ഷ നടത്താത്തതിനെതിരെ നടത്തിയിട്ടുള്ള സമരം എനിക്ക് ആ കാര്യങ്ങൾ നന്നായി അറിയാം. പാഠപുസ്തകവും അതുപോലെ മറ്റു കാര്യങ്ങൾ സൗജന്യമായി കിട്ടേണ്ടതിന് എല്ലാ സമയത്ത് കൊടുക്കാത്തതിനെതിരെ നടത്തിയിട്ടുള്ള സമരം, അത്തരത്തിൽ നടത്തിയിട്ടുള്ള ഒരു 10-15 വർഷക്കാലം നടത്തിയിട്ടുള്ള ഒരു അനുഭവം എൻ്റെ മനസ്സിൽ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവമുള്ള ആരുണ്ട് കേരളത്തിൽ? ഞാൻ 2 പ്രാവശ്യം SFIയുടെ സംസ്ഥാന പ്രസിഡൻറ്റും 1 പ്രാവശ്യം സംസ്ഥാന സെക്രട്ടറിയും പിന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. അന്ന് SFI നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയ ഒരു അനുഭവം നേരിട്ട് വന്നിട്ടുള്ളതൊരു ആരുണ്ട്? വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷ നടത്തിയാൽ എനിക്ക് പിന്നെ അതിൽ നല്ല അതെ അതെ നന്നായി തന്നെ എനിക്ക് പറയാനും എഴുതാനും കഴിയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണല്ലോ നമുക്കിവിടെ ആവശ്യം. നമുക്കവിടെ ഒരു സ്കൂളില്ല എന്ന് പിന്നെ പറഞ്ഞാൽ സ്കൂളില്ലാത്തതിനെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിൽ കെട്ടിടമില്ലാത്തതിനെ സംബന്ധിച്ചിടത്തോളം താത്വികമായി വിശകലനം ചെയ്തിട്ട് എന്തെങ്കിലും കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പ്രായോഗികമായിട്ടുള്ള കാര്യം, ആ പ്രായോഗികം എനിക്കുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പ്രകടമായി വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്ന് പറഞ്ഞവരെല്ലാം വാക്ക് മാറി പറയുന്നുണ്ടി വന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയുടെ ഈ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം പല അഭിപ്രായങ്ങളുണ്ട്. ഞാനിപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുക. പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചില നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിൽ ആ കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി പോവുകയാണ്. കുട്ടികളിൽ വളരെ ഗുരുതരമായ, നമുക്കൊന്നും അറിയാത്ത നിലയിൽ വളരെ ഗൗരവവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയ വഴി വന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പ്രശ്നമല്ല. അയാൾക്ക് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമോ അല്ലെങ്കിൽ പിന്നെ കിട്ടുന്ന എന്തെങ്കിലും ഒരു സുഖമോ ഒക്കെ ആയിട്ട് മാറ്റാം. അതേസമയത്ത് എത്ര വലിയ തലമുറകളെയാണ് ഈ ഇത്തരം ദ്രോഹികൾ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമനിർമ്മാണം, വിദ്യാർത്ഥികൾ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, അവരാണല്ലോ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ, ആ ഏജിലാണല്ലോ കുട്ടികളെ പറഞ്ഞ് തെറ്റിച്ചെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന. കോളേജിലാകുമ്പോൾ പിന്നെയും കുട്ടികൾ കുറച്ചുകൂടെ ഒരു മെച്ചൂർഡ് ആവുമല്ലോ. ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കുക. വലിയ കാര്യം. നമ്മൾ അതിലും നമ്മളൊരു വഴി കാട്ടും എന്ന് തന്നെ ഉറപ്പിക്കാൻ കേരളം. ഞാൻ ചോദിച്ചു, എനിക്ക് നല്ല ഉത്തരമാണ് കിട്ടിയതെങ്കിൽ ഞാൻ ചോദിച്ചത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മിനിസ്റ്ററുടെ മറ്റേ വിവാദ വിഷയങ്ങളിലുള്ള മിനിസ്റ്ററുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വൻ ഹിറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമാ വിവാദം വന്നപ്പോൾ, മറ്റേ പുസ്തകങ്ങളുടെ വിവാദം വന്നപ്പോഴത്തൊക്കെ കമൻറ്റുകളെല്ലാം എല്ലാവരും ഏറ്റെടുത്തു. രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് വരെ ചിരിയോടുകൂടി അല്ലാണ്ട് അത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പ്രതികരണത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? അതായത് ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയെ പറഞ്ഞാൽ എന്താ പറയുക, കിടു എന്ന് പറയുന്ന പിന്നെ ഈ പിന്നെ കുട്ടികൾ നമ്മളെപ്പോലെ നമ്മൾ പഠിച്ച കാലഘട്ടം അല്ലല്ലോ. കുട്ടികളുടെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇഷ്ടത്തിനൊത്ത് നമുക്ക് നീങ്ങുക എന്നുള്ളതാണ്. അത്രമാത്രമേ അതിനുള്ളൂ. എന്തുകൊണ്ടാവും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടയ്ക്ക് മന്ത്രിയായിട്ട് കൊമ്പും ഇടയ്ക്കിടയ്ക്ക് നല്ലതും പറയുന്നുണ്ട്, മോശം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വയസിദ്ധമായ സ്വഭാവമാണ്. നല്ലത് ഇപ്പം ഏറ്റവും ഒടുവിൽ നന്നായി പറഞ്ഞത് ഇവിടെ സ്കൂൾ കലോത്സവത്തിലാണ് പറഞ്ഞത്. ഇത്രയും നല്ല ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. അത്രയും വേണമെന്ന് എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നിയമത്തിൻ്റെ പുറത്താണ് പക്ഷെ തല്ലുണ്ടാക്കിയത്. അല്ല, തല്ലുണ്ടായത് ശബരിമല ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ പേര് ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് തന്നെ. അത് അദ്ദേഹം പറഞ്ഞു, ഞാനും പറഞ്ഞു. അദ്ദേഹം സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇടാപോട എന്നെല്ലാം വിളിച്ച് പ്രസംഗിച്ചു. അതെല്ലാവരും എതിർത്തു. ഞാനും അതിന് സ്ട്രോങ് ആയിട്ട് മറുപടി പിന്നെ പറഞ്ഞു. അദ്ദേഹം അവസാനിപ്പിച്ചു, ഞാനും അങ്ങ് അവസാനിപ്പിച്ചു. ഞാൻ പിന്നെ അദ്ദേഹത്തിന് ഞാൻ RSS എന്നെ അനുകൂലിക്കുന്നു എന്നുള്ള നിലയിൽ പ്രസ്താവന നടത്തി. അത് കേരളത്തിൽ ആരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ RSSന് BJPക്കും
നിയമസഭയിൽ ഒരു സീറ്റ് മുമ്പ് ഉണ്ടായിരുന്നത് നേമത്താണ്. അങ്ങനെയാണെങ്കിൽ നേമത്ത് വന്ന് മത്സരിക്കാൻ വേണ്ടി വിളിച്ചു, പക്ഷെ അദ്ദേഹം വന്നില്ല. ഈ ലീഗും ജമാഅത്തെ സഖ്യം ജമാഅത്തായിട്ട് ഒരു സഖ്യം കൂട്ടിയുറപ്പിക്കാനുള്ള സതീശിന്റെ നീക്കം എത്രത്തോളം അപകടമുണ്ടാക്കും കേരള രാഷ്ട്രീയത്തിൽ? കേരളം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് വർഗീയതയ്ക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ. നമ്മൾ അത്രമാത്രം സാംസ്കാരിക സമ്പന്നമാണ്. നവോത്ഥാന നായകന്മാർ കേരളത്തിൽ നമ്മളിപ്പോഴും അവരുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഗീയ കലാപങ്ങൾ നടന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് ഏത് രാജ്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യം നശിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ തലശ്ശേരിയും ചാലയും അങ്ങനെ പല സ്ഥലങ്ങളിൽ നടന്ന സംഭവങ്ങളിലെ അത് പ്രതിരോധിച്ച് പടർന്ന് പന്തലിക്കാൻ കഴിയാത്തത് ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന മനസ്സുകൾ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ്. വോട്ടിൻ്റെ എണ്ണം നോക്കിയല്ല കേരളത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നത്. മനുഷ്യനുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഇല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നിനെപ്പറ്റി ഒരു തർക്കവും ഉണ്ടാവില്ലല്ലോ. മനുഷ്യന് അവൻ സമാധാനത്തോടുകൂടി ജീവിക്കുക. വർഗീയ കലാപങ്ങളുണ്ടായാൽ ആദ്യം ഇരയാവുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭീകരതയും അതിൻ്റെ ഒരു ഇതെല്ലാം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് വർഗീയ സംഘടനകൾ, അത് ഭൂരിപക്ഷ വർഗീയമായിരുന്നാലും ശരി തന്നെ, ന്യൂനപക്ഷ വർഗീയ സംഘടനകളായിരുന്നാലും അവരെ നമുക്ക് നിരുത്സാഹപ്പെടുത്തണം അവരുടെ പ്രവർത്തനത്തെ. ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നതാണ് PV അൻവർ പറയുന്നത്. അതിനെങ്ങനെ കാണുന്നു? ജനാധിപത്യ സംവിധാനത്തിൽ ആർക്ക് വേണോ എവിടെ വേണോ മത്സരിക്കാമല്ലോ. അതൊരു പ്രശ്നമല്ല. റിയാസ് അവിടെ ഒരു കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ചെയ്യും. ഈ NSS SNDP ഐക്യം പൊളിഞ്ഞു. അതിന് കാരണമായിട്ട് സുകുമാരൻ നായർ മുൻനിർത്തി പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ മകൻ്റെ രാഷ്ട്രീയ ബന്ധം നിർത്തിയിട്ട്, പക്ഷെ വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞിട്ട് തന്നെയാണ് ആ നീക്കം പൊളിഞ്ഞു പോയത്. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടെടുക്കാൻ CPM-നും LDF-നും ഒരു ചെറിയ മടിയുണ്ടോ? നമ്മളങ്ങനെ ഒരു വ്യക്തിയെ മാത്രം ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം തോന്നുന്നു. വെള്ളാപ്പള്ളി നടേശനായിരുന്നാലും NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരായിരുന്നാലും അവരെല്ലാം കേരളത്തിൽ വലിയൊരു മഹാപ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണല്ലോ. അവർ പല കാലഘട്ടങ്ങളിലും പല നിലപാടുകൾ സ്വീകരിക്കുന്നു വരും. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കോർണർ ചെയ്ത് അങ്ങനെ ഒരു ആക്രമണം നടത്തേണ്ട കാര്യമൊന്നും ഇല്ല. അതിപ്പം ഏത് സമുദായ സംഘടനകളായിരുന്നാലും അവർക്ക് അവരുടേതായ പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ആ ഒരു അംഗീകാരം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് വിത്ത് എല്ലാ നിലയിലുമുള്ള ബഹുമാനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരെന്തെങ്കിലും സമൂഹത്തിന് രുചിക്കാത്ത നിലയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് രുചിക്കാത്തവർ അതിനെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനുള്ള അവകാശമുണ്ടല്ലോ കേരളത്തിൽ. ഈ ഭിന്നശേഷി സംവരണത്തിൽ സഭ നിലപാട് കടുപ്പിക്കുന്നുണ്ട്. എന്താണ് ഒരു പോംവഴി കണ്ടിരിക്കുന്നത്? ഭിന്നശേഷി നിലപാടത്തിൽ ഈ സഭയൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അവർ വെറുതെ പ്രസ്താവന ഇറക്കുന്നതല്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. അവർ ചെയ്യേണ്ടിയിരുന്നത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് വന്നപ്പോൾ അവർ കക്ഷി ചേരണമായിരുന്നു. 2 കക്ഷി ചേർന്ന ശേഷം കോടതി വിധി വന്നതിന് ശേഷം അവർക്ക് ഈ വിധി പ്രകാരം ഉദ്യോഗസ്ഥരെ കിട്ടുന്നില്ല എന്ന് സംബന്ധിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അത് ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം സുപ്രീം കോടതിയിൽ കേസ് പോയി. അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാം മാനേജ്മെൻറ്റിന് വേണ്ടി വക്കാലത്ത് ഇട്ടിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി മെനഞ്ഞാന്ന് കേസ് നടന്നു. സീനിയർ അഡ്വക്കേറ്റ്സ് 2 പേരെയാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരാൾ പോലും അവിടെ എൻഗേജ് ചെയ്തിട്ടില്ല. എന്നിട്ട് പ്രസ്താവനയും സമരവുമായിട്ട് നടക്കുകയാണ്. പ്രസ്താവനയും സമരവും നടത്തുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടതാണ്. ഇപ്പം സുപ്രീം കോടതിയിലെ വിധിയും അവിടെ ഹാജരായ ആരൊക്കെയാണെന്ന് വന്നതോടുകൂടി കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വേറൊരു കടകംപള്ളിക്ക് സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണമാണ് VD സതീശൻ ഉന്നയിച്ചത്. അതേസമയം മാനനഷ്ട കേസിൽ മലക്കം മാറുകയും ചെയ്തു. സ്വർണ്ണപ്പാളി കേസിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ നീക്കം പൊളിഞ്ഞതായി വിലയിരുത്തുന്നുണ്ടോ? പൂർണ്ണമായി പൊളിഞ്ഞു പോയല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണ്ണപ്പാളി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവോൾവ് ആയിരിക്കുന്നത് UDF-ൽപ്പെട്ട ആൾക്കാരാണല്ലോ. സോണിയാഗാന്ധി മുതൽ ഇവിടെ ഉള്ള ആൾക്കാരാണല്ലോ. ഇപ്പോൾ അതിൽ എല്ലാം അവരുടെയൊക്കെ തന്നെ പേരുകളാണല്ലോ കേൾക്കുന്നത്. സോണിയാഗാന്ധി ഈ മറ്റ് പ്രതികളെപ്പോലെ കുറ്റം ചെയ്യുന്ന അല്ല ഞങ്ങൾ പറഞ്ഞത്. സോണിയാഗാന്ധിയെ പോലുള്ള ഒരു ഏറ്റവും ഇന്ത്യയിൽ വൻ സെക്യൂരിറ്റിയുള്ള, പ്രൈം മിനിസ്റ്റർ പോലെ സെക്യൂരിറ്റിയുള്ള ഒരു വ്യക്തിയെ കാണുന്നതിന് വേണ്ടി 2 പ്രാവശ്യം എങ്ങനെ ഈ സ്വർണ്ണക്കേസിൽ ശബരിമല കേസിൽ പ്രതിയായിട്ടുള്ളവർ എങ്ങനെ അവിടെ എത്തി? അവിടെ ആ വീട്ടിൽ കയറണമെങ്കിൽ തന്നെ വലിയ പ്രയാസമാണല്ലോ. അതിനകത്ത് പോകുന്നെങ്കിൽ തന്നെ അത്ര ഹൈ സെക്യൂരിറ്റി ഉള്ളതാണല്ലോ. എന്ന് മാത്രമല്ല, എന്തിന് 2 പ്രാവശ്യം പോയി? ആരാണ് അവിടെ കൊണ്ടുപോയത്? ഇപ്പം ബെല്ലാരിയിലെ എല്ലാ പാർലമെൻറ്റ് മെമ്പറായിരുന്നല്ലോ സോണിയാജി.
അവിടുത്തെ സ്വർണ്ണ കച്ചവടക്കാരനാണല്ലോ പിന്നെ ഈ സ്വർണം വാങ്ങിയ കക്ഷിന്ന് ഗോവർദ്ധനൻ. അവരെല്ലാം എന്തിനു അവിടെ വന്നു? അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം എന്തിനു വന്നു, ഏത് വഴി വന്നു, ആരാണ് അതിന് വഴി ഒരുക്കിയത്, അവരെന്തെങ്കിലും പിന്നെ ഈ കയ്യിൽ കെട്ടുന്നതിന് വേണ്ടി കൊടുത്തതിൽ എന്തെങ്കിലും ഇതുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. ആരെയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടില്ലല്ലോ. ഞാനതേ പറഞ്ഞോളൂ. ഇനി നമ്മളിപ്പം ഇലക്ഷനിലേക്ക് പോവാണ്, മൂന്നാം ഭരണം തുടർച്ചയായി മൂന്നാമതും ഭരണം വരുന്നു ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താണ്? ഒന്ന്, അഴിമതിയില്ലാത്ത ഗവൺമെൻറ്. ഇതുവരെ ഒരൊറ്റ മന്ത്രിമാർക്കെതിരെ 1 രൂപയുടെ അഴിമതി പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഇനി ഇപ്പോഴും ഞാൻ പറയുന്നത്, നിയമസഭ നടക്കുന്ന സമയമാണ്, സ്പീക്കർക്ക് എഴുതി കൊടുത്തിട്ട് അഴിമതി ആരോട് ഉന്നയിക്കാം, വെല്ലുവിളിക്കുകയാണ്. അതൊരു വെല്ലുവിളി തന്നെയാണ്. ഉന്നയിച്ചാൽ മാത്രം പോരാ, തെളിയിക്കുക കൂടി വേണം. 2, കോടതിയിൽ പോയ കേസുകളൊക്കെ തന്നെ കോടതി തള്ളിക്കളഞ്ഞെന്ന് മാത്രമല്ല, കോടതി കളിയാക്കി പ്രതിപക്ഷത്തെ. 2, നടക്കില്ലെന്ന് പറഞ്ഞ മുഴുവൻ പദ്ധതികൾ നടപ്പിലാക്കി. 3, കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ വിരുദ്ധമായ സമീപനം ഉണ്ടായിട്ട് പോലും പ്രകടനപത്രത്തിൽ പറഞ്ഞ 99% കാര്യങ്ങൾ നടപ്പിലാക്കി. പ്രതിപക്ഷം പറയട്ടെ, ഏത് നടപ്പിലാക്കിയില്ല എന്ന് പറയട്ടെ. അങ്ങനെ വെറുതെ ഇങ്ങനെ പരത്തി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന കാര്യം എന്തുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കിയില്ല? ഇപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റും, തിരുവനന്തപുരം കോർപ്പറേഷൻ 45 ദിവസത്തിനകം BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ പിന്നെ നമുക്ക് സ്വർഗം എന്നാണല്ലോ നമുക്ക് സങ്കല്പമുള്ളത്. അവിടെ ആണെങ്കിൽ പിന്നെ ടാക്സ് കൊടുക്കേണ്ട, സ്വർഗത്തിൽ പിന്നെ ഇഷ്ടം പോലെ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഫ്രീ ആണ് അവിടെ. എല്ലാ കാര്യങ്ങളും സുഖമാണ്. അതാണ്. അപ്പോൾ പിന്നെ അത് നടന്നില്ല. 2ാമത് ബഡ്ജറ്റ് വന്ന് ഒരാമയെ തന്നു. അപ്പോൾ അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പം ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ നടക്കൂലെന്ന് പറഞ്ഞ് BJP UDF കളഞ്ഞിട്ട് പോയത് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. NH ആയിരുന്നാലും MC റോഡിൻ്റെ കാര്യമായിരുന്നാലും മറ്റ് വികസന കാര്യങ്ങളായിരുന്നാലും. അപ്പോൾ നമ്മളൊരു ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം തീർന്ന് 2ാം പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. സ്വപ്ന സുരേഷും മറിച്ചതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പിന്നെ ചെമ്പിൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ, ഖുറാൻ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ജനങ്ങളത് മൈൻഡ് ചെയ്തു. ജനങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ നല്ല ഭൂരിപക്ഷത്തിൽ കൊണ്ടുവന്നില്ലേ. അതിനേക്കാൾ നല്ല അന്തരീക്ഷമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഉള്ളത്. ആകെ ഒരു അസംതൃപ്തിയുള്ള മലയാള മനോരമയ്ക്കും പിന്നെ അതുപോലുള്ള കുറേ ചാനലുകൾക്കും ചില മാധ്യമങ്ങൾക്ക് മാത്രമേ അസ്വസ്ഥതയുള്ളൂ. അതൊന്നും വായിച്ചൊന്നും ആളുകൾ വോട്ട് ചെയ്യില്ല എന്നുള്ള കേരളം തെളിയിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട്. അവർക്ക് പേജെഴുതി നിറയ്ക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചടി ആവില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ പ്രദേശത്തും ഞങ്ങൾ റിവ്യൂ ചെയ്തപ്പോൾ ഓരോ കാര്യങ്ങളാണുള്ളത്. അതൊക്കെ ചെറിയ വോട്ടിന് തോറ്റ സ്ഥലങ്ങളുണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് പിന്നെ പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ ഒന്നും ഒരിടത്തും ഈ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു വികാരമേ വന്നിട്ടില്ല. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ യഥാർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും LDF അധികാരത്തിൽ വരുമായിരുന്നു. കാരണം 10-20ഓളം വരുന്ന സീറ്റെന്ന് പറയുന്ന ചെറിയ വോട്ടിന് തോറ്റ സ്ഥലങ്ങളാണ്. പിന്നെ അത് പല കാര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒപ്പം പറയാൻ സമയമില്ല. വളരെ നന്ദി, ഞങ്ങൾക്ക് വേണ്ടി തിരക്കേണ്ട സമയം ചെലവഴിച്ചു. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. Subscribe to One India and never miss an update.